ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വകാര്യ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ്. അതായത് അത് എന്തുകൊണ്ടുണ്ടാകുന്നു, ഏതു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ആണ്, അതിൻ്റെ സിംറ്റംസ്, അതുപോലെ തന്നെ പരിഹാര മാർഗങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ കൂടുതലായിട്ടും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസും ആണ് ഉണ്ടാകുന്നത്. ഇത് തമ്മിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ ചൊറിച്ചിലും നീറ്റലും ബേണിംഗ് സെൻസേഷനും അതിനോടൊപ്പം തന്നെ അതിന്റെ ഫിഷി സ്മെല്ലായിരിക്കും. അതായത് ഒരു മീനിന്റെ ഉളുമ്പിന്റെ ഒരു നാറ്റമായിരിക്കും. ഈ ഫംഗലല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഈ ചൊറിച്ചിലും ഇതൊക്കെ മാറ്റാൻ വേണ്ടി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണെന്ന്, അത് ഫിഷി സ്മെല്ലാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മെട്രോജിലിന്റെ ജെല്ലുണ്ട്, സപ്പോസിറ്ററീസ് ഉണ്ട്. അങ്ങനെ നമുക്ക് മെട്രോജെൽ ഉപയോഗിക്കാം. അതിനോടൊപ്പം നമുക്ക് ഉപയോഗിക്കാവുന്നത് ക്ലിൻഡാമൈസിൻ എന്ന് പറയുന്ന ഓയിൻമെന്റ് ആയിട്ടും കിട്ടും, പില്ലായിട്ടും കിട്ടും. അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടുതലായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോകുമ്പോൾ അത് ബ്ലഡിലോട്ട് കലരുകയും നമ്മൾ ബ്ലഡിൻ്റെ അകത്ത് ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് ഇത് നമ്മൾ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ അത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. അത് ബ്ലഡിലോട്ട് പകരാതിരിക്കുന്നതിന് വേണ്ടിയും ഈ ഇൻഫെക്ഷൻസ് കൂടാതിരിക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴും നമ്മുടെ സ്വകാര്യ ഭാഗത്തെ pH എപ്പോഴും 3.8 to 4.5 എന്ന അസിഡിക് pHൽ നിർത്തുകയാണ് നല്ലത്. ഈ അസിഡിക് pHൽ നിർത്തുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കുറയുകയും ഗുഡ് ആയിട്ടുള്ള ബാക്ടീരിയ നമുക്ക് കൂടുതൽ ഉണ്ടാവുകയും, അതായത് ലാക്റ്റിക് ആസിഡ് ബാസിലെ എന്ന് പറയുന്ന ബാസിലസ് നമ്മുടെ ബാക്ടീരിയ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ബാഡായിട്ടുള്ള ബാക്ടീരിയ അത് നശിപ്പിച്ച് കളഞ്ഞോളും. അപ്പൊ നമുക്ക് അസിഡിക് pH നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് നമ്മുടെ തൈര് ഉടച്ചിട്ട് മോരും വെള്ളമാക്കിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇത് കൂടുതലായിട്ട് ഈ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഗുഡ് ബാക്ടീരിയ വളരുകയും ബാഡ് ബാക്ടീരിയ നശിച്ചു പോവുകയും ചെയ്യും. അതിന് നമുക്ക് വി വാഷ് എന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ കിട്ടും. വി വാഷ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ മേടിക്കാൻ കിട്ടും. അത് ലാക്റ്റിക് ആസിഡിന്റെ സൊല്യൂഷനാണ്. അതുകൊണ്ട് ക്ലീൻ ചെയ്യാം. അത് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ടെ ക്ലീൻ ചെയ്യാവുള്ളൂ. സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, വജൈനയുടെ ഭാഗത്തുനിന്ന് താഴോട്ടെ ക്ലീൻ ചെയ്യാവുള്ളൂ. കാരണം മലദ്വാരത്തിന്റെ അവിടെ നിന്ന് മേളോട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അവിടെ മലദ്വാരത്തിന്റെ അവിടെ കൂടുതൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ബാക്ടീരിയ കാണും. അത് മേളോട്ട് വരുമ്പോൾ കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യും. അടുത്തത് ഫംഗൽ ഇൻഫെക്ഷൻസ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഈസ്റ്റ് എന്ന വകഭേദത്തിൽ നിന്നും, അതായത് കാൻഡിഡ എന്ന് പറയുന്ന ഓർഗാനിസം ഉണ്ടാക്കുന്നതാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻസ്. ആ ഫംഗൽ ഇൻഫെക്ഷൻസ് നമുക്ക് ആണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തൈര് പോണക്കുള്ള കട്ടിയുള്ള തൈര് പോണക്കുള്ള ഒരു വജനൽ ഡിസ്ചാർജ് ആയിരിക്കും വരുന്നത്. അതിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ് അങ്ങനെയുള്ളതായിരിക്കും. അതിനോടൊപ്പം ബേണിംഗ് സെൻസേഷനും ചൊറിച്ചിലും അസഹ്യമായ ചൊറിച്ചിലും എല്ലാം ഇതിനോടൊപ്പം കാണും. ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാവുന്നത് കാൻഡിഡിന്റെ ക്ലോട്രിമസോൾ അടങ്ങിയ കാൻഡിഡ് ക്രീമുകൾ, ക്ലോട്രിമസോൾ അടങ്ങിയ ഏത് ക്രീമുകൾ ഉപയോഗിക്കാം. അത് കൂടുതലായി ഇപ്പൊ ഉപയോഗിക്കുന്ന കാൻഡിഡ് കമ്പനി ഉപയോഗിക്കുന്നതാണ് കാൻഡിഡ് ക്രീമുകൾ. അതിൻ്റെ അകത്ത് കാൻഡിഡ് ബി എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും. അതിനകത്ത് ബീറ്റ മെത്താസോൾ എന്ന് പറയുന്ന കണ്ടന്റ് ആണ് ബി എന്ന് പറയുന്നത്. അത് സ്റ്റീറോയിഡ് ആണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കാൻഡിഡിന്റെ പ്ലെയിൻ ആയിട്ടുള്ള ക്രീം ഉപയോഗിക്കാം. അതിനുശേഷം സാധിക്കും എന്ന് വെച്ചാൽ കൂടുതൽ വജനൽ ഇൻഫെക്ഷൻസും ചൊറിച്ചിലും നീറ്റലും ഒക്കെ കൂടുതലായിട്ട് പിന്നെയും കൂടി വരികയാണെങ്കിൽ മാത്രമേ ഈ ബി ഉള്ളത് ഉപയോഗിച്ചാൽ മതി. കാരണം ബീറ്റാമെത്തസോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റീറോയിഡ് ആയതുകൊണ്ട് നമ്മുടെ ഗുഡായിട്ടുള്ള ബാക്ടീരിയയും കൂടെ അത് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പിന്നെയും ഈ ഇൻഫെക്ഷൻസ് ഫംഗലും ബാക്ടീരിയലും ഒക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. കാരണം ഗുഡ് ആയിട്ടുള്ള ബാക്ടീരിയ നശിപ്പിക്കുമ്പോൾ അവിടെ ബാഡായിട്ടുള്ള ബാക്ടീരിയ കൂടുതൽ ഉണ്ടാകുകയും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് ബി എന്നുള്ളത് ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ആദ്യം ഉപയോഗിച്ച് കളയാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഓറലായിട്ടുള്ള മെഡിസിൻസും എടുക്കാൻ പറ്റും. ഫ്ലൂക്കണസോളും അതുപോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിലും അതിനുള്ള ആന്റിബയോട്ടിക്കുകളുണ്ട്. ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ അതിനുള്ള ടാബ്ലറ്റുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ ക്രീം പുരട്ടി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പോകുന്നില്ലെങ്കിൽ മാത്രം പോയി ടാബ്ലറ്റ് എടുക്കാവുന്നതാണ്.
അപ്പം ഗുഡായിട്ടുള്ള ബാക്ടീരിയ വളരുന്നതിനുള്ള കൂടുതൽ ആവശ്യമില്ലാതെ കൂടുതൽ ആന്റിബയോട്ടിക് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുമ്പോഴും നമുക്ക് ഈ ഗുഡായിട്ടുള്ള ബാക്ടീരിയ നശിക്കുകയും ഈ അസുഖങ്ങളൊക്കെ ബാഡായിട്ടുള്ള ബാക്ടീരിയ കൂടിയിട്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരികയും ചെയ്യും. പിന്നെ ഈ രണ്ട് അസുഖങ്ങളും ചൊറിച്ചിലും നീറ്റലും ഒക്കെ ആണുങ്ങൾക്ക്, സ്ത്രീകൾക്കാണേലും പുരുഷന്മാർക്കാണേലും കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡയബറ്റിക് ആണോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഷുഗർ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷൻസ് എല്ലാം വൈറലാണേലും ഫംഗൽ ആണേലും ബാക്ടീരിയൽ ആണേലും ഇൻഫെക്ഷൻസ് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ വരും, പ്രഗ്നൻസി ഉണ്ടെങ്കിൽ വരും. അങ്ങനെ നമുക്ക് കൂടുതൽ ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയക്ക് വേണ്ടി കഴിക്കുമ്പോൾ ഈ ഗുഡായിട്ടുള്ള ബാക്ടീരിയ നശിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ഇൻഫെക്ഷൻസ് എല്ലാം കൂടുതലായിട്ട് വരാം. അതുകൊണ്ട് നമ്മൾ ഡയബറ്റിക് ആണോ ഇല്ലയോ എന്നുള്ളത് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇതിൽ നിന്നും നിങ്ങൾക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചും മനസ്സിലായെന്ന് കരുതുന്നു. കാരണങ്ങളും അതിനോടൊപ്പം തന്നെ പരിഹാര മാർഗങ്ങളും അതിന്റെ കണ്ടുപിടിക്കാനുള്ള സിംറ്റംസും എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ബെൽ ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക.